മുൻ മന്ത്രി കെ.ടി. ജലീൽ ഹിന്ദി ഭാഷയിൽ വളരെ പ്രാവീണ്യം നേടിയ ആളാണ്. എന്നാൽ അത് മലയാളികൾ കൂടുതൽ പേർക്കും അറിയില്ല. അതുകൊണ്ട് തന്റെ ഹിന്ദി ഭാഷയിലെ വിശാലമായ അറിവ് കേരളീയരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ഒരു പൊതുവേദിയിൽ വിദ്യാർത്ഥികളുടെ മെക്കിട്ട് കയറുകയാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെ ആദരിക്കുന്ന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ വേദിയിൽ പരസ്യമായി അപമാനിക്കുകയായിരുന്നു കെ.ടി. ജലീൽ. മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവ പരിപാടിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഹിന്ദിയിൽ A+ നേടിയ ചില വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിച്ച ജലീൽ മാതാപിതാക്കളുടെ പേരും വിലാസവും ഹിന്ദിയിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ എഴുതുന്നതിനിടെ അക്ഷരത്തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ "എടോ, നിനക്ക് അഡ്രസ് എഴുതാൻ അറിയുമോ, അക്ഷരം അറിയില്ലേ" എന്ന് പൊതുവേദിയിൽ ചോദിച്ച് ശാസിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വേദിയിലുണ്ടായിരുന്ന കുട്ടികളുടെ ചെവിയിൽ നുള്ളുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. കുട്ടികളെ പരസ്യമായി അവമാനിക്കുന്ന ജലീലിന്റെ പെരുമാറ്റം വിവാദമായി മാറിയിരിക്കുകയാണ്. പരിപാടിക്കിടെ സംസം എന്നാൽ എന്താണ് അർത്ഥം, പാത്തുമ്മയുടെ ആടിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും വിദ്യാർത്ഥികളോട് ജലീൽ ചോദിച്ചു. തെറ്റായ ഉത്തരം പറഞ്ഞ കുട്ടികളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അനുമോദന വേദിയെ പരീക്ഷാ വേദിയാക്കി മാറ്റുകയും വിദ്യാർത്ഥികളെ സദസ്സിന് മുന്നിൽ പരസ്യമായി ശാസിക്കുകയും ചെയ്യുന്ന നടപടി സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുഴപ്പമാണ് എന്ന അഭിപ്രായമാണ് ഏറെയും ഉള്ളത്. സദസ്സിൽ ഇരുന്ന കുട്ടിയോട് "എടോ, നിനക്ക് അഡ്രസ് എഴുതാൻ അറിയാമോ" എന്ന് ചോദിക്കുകയായിരുന്നു. പിന്നാലെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി കുട്ടികളെ കൊണ്ട് ഹിന്ദി എഴുതിച്ചു. തെറ്റിയവരെ പരസ്യമായി ശാസിക്കുകയും ചെവിയിൽ നുള്ളുകയും ചെയ്തു. സംസം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ എന്ന ചോദ്യത്തിന് എന്താണ് അർത്ഥമുള്ളത്, അതറിഞ്ഞില്ലെങ്കിൽ ആ വിദ്യാർത്ഥി മോശക്കാരനാകുമോ? പാത്തുമ്മയുടെ ആടിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവരെ ചെവിക്ക് പിടിക്കുന്നത് എന്തിനാണ്? ശ്രീ കെ.ടി. ജലീൽ പരസ്യമായി കുട്ടികളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്നതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം തോന്നുന്നത്. ഇദ്ദേഹം ഒരു മികച്ച അധ്യാപകനോ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനോ പോലും അല്ലെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോഴത്തെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണനും അടക്കം പല മന്ത്രിമാരും സ്പെല്ലിംഗ് തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു പൊതുസ്ഥലത്ത് അങ്ങനെ പരസ്യമായി എഴുതേണ്ടി വരുമ്പോൾ പലപ്പോഴും പലർക്കും തെറ്റുകൾ പറ്റാറുമുണ്ട്. ഒരു പൊതുവേദിയിൽ കുട്ടികളോട് മാന്യമായി പെരുമാറണമെന്ന് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. തീർച്ചയായും ആ കുട്ടികളെ പരസ്യമായി പരിഹസിച്ചപ്പോൾ താങ്കൾ തന്നെയാണ് അവിടെ ചെറുതായി പോയത്. അക്ഷരം തെറ്റാതെ വാക്കുകൾ എഴുതിയത് കൊണ്ട് മാത്രം ആ കുട്ടികൾക്ക് അറിവുണ്ടാകില്ല. തെറ്റുകൾ മനസ്സിലാക്കിയും തിരുത്തിയുമാണ് മുന്നോട്ട് പോകേണ്ടത്. അത് മാന്യമായി തിരുത്തുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും ചെവിക്ക് പിടിക്കുകയും ചെയ്ത താങ്കൾ ഒരു അല്പനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ സിനിമാ നടി മാലാ പാർവതി ജലീലിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടി അക്ഷരം തെറ്റിച്ചാൽ തിരുത്തി കൊടുക്കുന്നതും വാത്സല്യത്തോടെ ചെവിക്കൊന്ന് പിടിച്ച് ഇങ്ങനെ പറയൂ എന്ന് പറയുന്നതുമൊക്കെ ബാലാവകാശ ലംഘനം ആണോ എന്നാണ് മാലാ പാർവതി ചോദിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ സ്നേഹത്തോടെയും കരുതലോടെയും ചെയ്യുന്ന അധ്യാപനവും അപമാനവും പീഡനവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേകമില്ലേ? ഇതെന്ത് നാട്, ഇത് ഏത് നാട് എന്നായിരുന്നു മാലാ പാർവതിയുടെ വാക്കുകൾ. ജലീലിനെ എതിർക്കുന്നവരോട് മറ്റൊരു കാര്യം കൂടെ മാലാ പാർവതി ചോദിക്കുന്നുണ്ട്. അമ്മ സംഘടനയിലെ സംഖ്യകളോട് നിങ്ങൾ ഇതേ ശൗര്യം കാണിക്കുമോ? അൻസിബ മതതീവ്രവാദിയാണെന്ന് പ്രസ് കോൺഫറൻസ് വിളിച്ചു പറഞ്ഞ മഹിളാരത്നത്തിന്റെ നേരെ കണ്ണുയർത്തി നോക്കാൻ നിങ്ങളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ് മാലാ പാർവതിയുടെ ചോദ്യങ്ങൾ. അമ്മ എന്ന സിനിമാക്കാരുടെ സംഘടനയിൽ നടക്കുന്ന മോശം കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് നാട്ടുകാരുടെ സംഘടനയല്ല, സിനിമാക്കാരുടെ ഒരു വെറും സംഘടനയാണ് അമ്മ എന്നത്. ജലീൽ ഈ ചെയ്തൊരു പൊതുവേദിയിലാണ്. അപ്പോൾ ചോദ്യങ്ങളും എതിർപ്പും ഉണ്ടാകും. മോഹൻലാലിനെയും മമ്മൂട്ടിയും പേടിച്ച് വാപത്തി ഇരിക്കുന്നവരല്ല പൊതുജനങ്ങൾ എന്നും മനസ്സിലാക്കുക.